എവരിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് വീഡിയോയിൽ തരുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ 10th എക്സാം നടക്കുന്നതുകൊണ്ട് അപ്പോൾ 10th ഉള്ള സ്കൂളുകളിൽ ഈ 6th സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകളിൽ എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പം ഇൻഡിപെൻഡൻ്റ് ആവുന്ന സ്കൂളുകളിലെ കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. ഏത് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആസ് യൂഷ്വൽ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റോറി വായിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് വായിക്കാം അല്ലേ. വൺസ് ദർ വാസ് എ ക്യൂരിയസ് ലിറ്റിൽ മങ്കി നെയ്മഡ് മോട്ടു. ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു വികൃതിയായ മങ്കി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു? മോട്ടു. ഹി ലീവ്ഡ് ഇൻ എ ജംഗിൾ വിത്ത് ഹിസ് ഫാമിലി. ഒരു കാട്ടിൽ അവൻ്റെ കുടുംബമായിട്ടാണ് അവൻ താമസിച്ചിരുന്നത്. ഹി ലവ്ഡ് ടു എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. അവൻ എപ്പോഴും പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ഉത്സാഹമായിരുന്നു. ഹി വാസ് വെരി സ്മാർട്ട് ആൻഡ് കുഡ് ക്ലൈംബ് ട്രീസ് ഫാസ്റ്റർ ദാൻ എനി അതർ മങ്കീസ് ഇൻ ദ ജംഗിൾ. ആ കാട്ടിലുള്ള ഏതൊരു മങ്കീസിനെ കഴിഞ്ഞും വേഗത്തിലൊക്കെ സ്പീഡിലൊക്കെ ജമ്പ് ചെയ്യാനും ഓടാനൊക്കെ ആർക്ക് കഴിയായിരുന്നു? ഈ മോട്ടുവിന് കഴിയായിരുന്നു. വൺ ഡേ മോട്ടു സോ എ ഷൈനി ഒബ്ജക്റ്റ് ഹാങ്ങിങ് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു ദിവസം മോട്ടു എന്തോ നല്ല ഇങ്ങനെ ഷൈൻ ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതായത് നല്ല തിളങ്ങുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു ബ്രാഞ്ച് ഓഫ് എ ട്രീ, ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു. ഹി വാസ് ക്യൂരിയസ് ആൻഡ് വാണ്ടഡ് ടു സീ വാട്ട് ഇറ്റ് വാസ്. അവന് ഭയങ്കര ആകാംക്ഷയായി, അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് അവന് ഭയങ്കര ആകാംക്ഷയായി. സോ ഹി സ്കാംബേർഡ് അപ്പ് ദ ട്രീ ടു ടേക്ക് എ ക്ലോസർ ലുക്ക്. അതുകൊണ്ട് അവൻ വലിഞ്ഞ് കയറി എന്ത് നോക്കുകയാണ്, അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. വെൻ മോട്ടു റീച്ച്ഡ് നിയർ ദ ഷൈനി ഒബ്ജക്റ്റ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഗോൾഡൻ ആപ്പിൾ. അടുത്തത് ഇപ്പോൾ മനസ്സിലായത് എന്തായിരുന്നു? അതൊരു ഗോൾഡൻ ആപ്പിളായിരുന്നു. മോട്ടു വാസ് വെരി എക്സൈറ്റഡ് ആൻഡ് വാസ് ഈഗർ ടു ഷോ ടു ഹിസ് ഫാമിലി. അവന് ഭയങ്കര സന്തോഷമായി. ഇതെന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് എല്ലാവരെയും കാണിക്കണം. ഹി കെയർഫുള്ളി പ്ലഗ് ദ ഗോൾഡൻ ആപ്പിൾ ആൻഡ് കെയിം ഡൗൺ ദ ട്രീ ക്വിക്ക്ലി ടു ഷെയർ ഹിസ് ഡിസ്കവറി. അങ്ങനെ അവൻ വേഗം ആ മരത്തിൽ നിന്നൊക്കെ ഇറങ്ങി അതൊക്കെ ഫാമിലിനോട് പറയാൻ വേണ്ടിയിട്ട് വേഗം പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് മോട്ടു ഡു ദാൻ എനി ഓഫ് അതർ മങ്കീസ്. ബാക്കിയുള്ള മങ്കീസിനെ കഴിഞ്ഞും കൂടുതൽ മോട്ടുവിന് എന്ത് ചെയ്യാനാണ് കഴിയുക? ഓപ്ഷൻസ് ഉണ്ട്. റൺ ഫാസ്റ്റ്, ക്ലൈംബ് ട്രീസ് ഫാസ്റ്റ്, ജമ്പ് ഫാസ്റ്റ്, ഡി സ്വാളോ ഫുഡ് ഫാസ്റ്റ്. പാരഗ്രാഫ് നന്നായി വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? ക്ലൈംബ് ട്രീ ഫാസ്റ്റർ എന്നുള്ളതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. സെക്കൻഡ് വൺ, വാട്ട് ഡിഡ് മോട്ടു ലവ് ടു ഡു. എന്താണ് മോട്ടുവിന് ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള കാര്യം? ഓപ്ഷൻ എ, പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഓപ്ഷൻ ബി, ഈറ്റ് ഗുഡ് ഫുഡ്. ഓപ്ഷൻ സി, എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. ഓപ്ഷൻ ഡി, ക്ലൈംബ് ട്രീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് എക്സ്പ്ലോർ ആൻഡ് ഡിസ്കവർ ന്യൂ തിങ്സ്. സോ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഷൈനി ഒബ്ജക്റ്റ് ദാറ്റ് മോട്ടു സോ ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ആ ബ്രാഞ്ചിൽ കണ്ട ഷൈനി ഒബ്ജക്റ്റ് എന്തായിരുന്നു? ഓപ്ഷൻ എ, ഗോൾഡൻ ആപ്പിൾ. ഓപ്ഷൻ ബി, ഗോൾഡൻ റിംഗ്. ഓപ്ഷൻ സി, ഷൈനിങ് സ്റ്റോൺ. ഓപ്ഷൻ ഡി, എ സ്റ്റാർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, ഗോൾഡൻ ആപ്പിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഫോർത്ത് വൺ, വാട്ട് ഡിഡ് മോട്ടു ഡു വെൻ ഹി സോ ദ ഷൈനിങ് ഒബ്ജക്റ്റ്. ആ ഷൈനിങ് ഒബ്ജക്റ്റ് കണ്ടപ്പോൾ മോട്ടു എന്താണ് ചെയ്തത്? നെഗ്ലക്റ്റഡ് ഇറ്റ്, റാൻ ടുവേഴ്സ് ഇറ്റ്, പ്ലാൻ ടു ഈറ്റ് ഇറ്റ്, സ്കാംബേർഡ് അപ്പ് ദ ട്രീ ടു ടേക്ക് എ ക്ലോസർ ലുക്ക്. കറക്റ്റ് ആൻസർ സ്കാംബേർഡ് അപ്പ് ദ ട്രീ ടു ടേക്ക് എ ക്ലോസർ ലുക്ക്. Then fifth one, find out a word from the passage. That means find something new. Options ഉണ്ട്. Explorer, discover, excited, scamper. Correct answer discover എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ചാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അതായത് ദ ചാമ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് രാധ എന്ന് പറയുന്നത്. അപ്പോൾ രാധേൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലൂസ് വില്ലേജുകളാണ്, സെൽഫ്ലെസ് ആണ്, ഇന്നസെൻ്റ് ആണ്, കൈൻഡ്, ഹെൽപ്ഫുൾ, ബ്രേവ്, ലൈക്സ് ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് രാധേണ്ടത് എഴുതേണ്ടത്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ക്യാരക്ടർ സ്കെച്ച് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസൊക്കെ ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാം. ഒരു
ഒരു എക്സാമ്പിൾ ഫോർ ദ ആൻസർ. രാധ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ ചാമ്പ്. ദ ചാമ്പ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറാണ് രാധ. ഷീ ഈസ് എ വില്ലേജ് ഗേൾ. അവളൊരു വില്ലേജ് ഗേളാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ് ഷീ വിസിറ്റഡ് ഡൽഹി. അവളുടെ ഫസ്റ്റ് ടൈം, അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ തവണയാണ് അവൾ ഡൽഹി വിസിറ്റ് ചെയ്യുന്നത്. ബട്ട് ഹെർ കസിൻസ് ബിഹേവ്ഡ് ഇൻഡിഫറൻ്റ്ലി ടു ഹെർ. പക്ഷേ അവരെന്താണ് വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല എന്ത് ചെയ്തത്, അവളോട് പെരുമാറിയത്. ഷീ വാസ് റിയലി കാം. അവൾ പക്ഷേ ഭയങ്കര ശാന്ത സ്വഭാവത്തിലായിരുന്നു. ഷീ such a selfless girl, that's why she saved the life of Aman without considering their behavior. പക്ഷേ അവളെന്താണ്, എന്നിട്ടും ഒരു അഹങ്കാരമൊന്നും ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് അവർ ആ രീതിയിൽ പെരുമാറിയിട്ടൊക്കെയും അമാൻ്റെ ലൈഫ് അവൾ സേവ് ചെയ്തത്. ഷീ ഈസ് റിയലി ബ്രേവ്. വളരെയധികം പിന്നെ എന്താണ് ധൈര്യമുള്ള കുട്ടിയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ വാസ് ദ ഓൺലി പേഴ്സൺ ഹു വാസ് റെഡി ടു എൻ്റർ ഇൻ ടു ദ സ്വിഫ്റ്റ് കറൻറ്റ് ആൻഡ് സേവ് അമാൻ. അവൾ മാത്രമായിരുന്നു ആ ചുഴിയിലേക്ക് ഇറങ്ങാനും അമാനെ സേവ് ചെയ്യാനും ഉള്ള ധൈര്യം കാണിച്ചത് അവൾ മാത്രമായിരുന്നു. ദാറ്റ് ഷോസ് ഹെർ ബ്രേവ്നെസ്. അതെന്താണ്? അത് അവളുടെ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. She didn't care about how others behaved to her and loves everyone without any expectation. അതായത് അവളോട് പെരുമാറിയത് പോലെ അല്ലാണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഷീ ഈസ് സച്ച് എ ഗുഡ് ക്യാരക്ടർ. അവൾ വളരെയധികം ഗുഡ് ക്യാരക്ടറാണ് ആ സ്റ്റോറിയിൽ. ഇതുപോലെയല്ല നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഓരോ സിറ്റുവേഷനിൽ രാധേൻ്റെ ബിഹേവിയറൊക്കെ വെച്ചിട്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. So Cinderella's mother fell sick. When she felt that her end was near, she called her only daughter Cinderella near her. Write a likely conversation between Cinderella and her mother. എന്താണ്? സിൻഡ്രല്ല അമ്മ മരിക്കാനായ സമയത്ത് അമ്മ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മ മരിക്കാൻ പോവാന്ന്. ആ സമയത്ത് സിൻഡ്രല്ലയെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കോൺവെർസേഷൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിൽ അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് മദർ അഡ്വൈസ് ചെയ്തതെന്നൊക്കെ ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കോൺവെർസേഷൻ എഴുതാൻ. ഒരു എക്സാമ്പിൾ കോൺവെർസേഷൻ നമുക്ക് നോക്കാം. സിൻഡ്രല്ല: ഹലോ മദർ, ഹൗ ഡു യു ഫീൽ നൗ? അമ്മ ഇപ്പം എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? സോ മദർ: ഐ ആം അഫ്രെയ്ഡ് ഐ ഫീൽ മൈ എൻഡ് ഈസ് നിയർ. എനിക്ക് വളരെയധികം പേടിയാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അധികം താമസിക്കാതെ മരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിൻഡ്രല്ല: മൈ ഡിയർ മദർ, ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. പ്രിയപ്പെട്ട അമ്മയെ ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. മദർ: ദിസ് ഈസ് എ ട്രൂത്ത് സിൻഡ്രല്ല, യു മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ഇതൊരു സത്യമാണ്, നടക്കാൻ പോകുന്ന ഒരു സത്യമാണ്, നീ എന്തായാലും അതെന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. സിൻഡ്രല്ല: വാട്ട് ആർ യു ടെല്ലിങ്? വിത്തൗട്ട് യു ഹൗ ക്യാൻ ഐ ലീവ്? നിങ്ങളില്ലാണ്ട് അല്ലെങ്കിൽ അമ്മയില്ലാണ്ട് എനിക്കിനി എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? അപ്പോൾ മദർ: ഡോണ്ട് വറി മൈ ഡിയർ, ഈവൻ ദോ ഐ ഡൈഡ് ഐ വിൽ ബി ഒബ്സർവിങ് യു ഫ്രം ദ ഹെവൻ. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ മരിച്ചാൽ പോലും എന്ത് ചെയ്യും, നിന്നെ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ടായിരിക്കും. അപ്പം സിൻഡ്രല്ല ഈസ് ടേക്കിംഗ് മോം ലൈക്ക് ദാറ്റ്. സോ മദർ: യു ഡോണ്ട് വാണ്ട് ടു ബോദർ അബൌട്ട് എനിത്തിങ് ഡിയർ, ഐ വിൽ ബി വിത്ത് യു ആഫ്റ്റർ മൈ ഡെത്ത്. മേക്ക് ഷുവർ ദാറ്റ് യു വിൽ ബി പയസ് ആൻഡ് ബിലീവ് ഇൻ ഗോഡ്. എന്ത് ചെയ്യാനാണ്? നീ ഒന്നും പേടിക്കണ്ട, എൻ്റെ മരണത്തിന് ശേഷവും ഞാൻ നിന്നെ സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ നീ ഒരു കാര്യം ഉറപ്പ് വരുത്തണം. എന്താണ്? എപ്പോഴും നല്ല കുട്ടിയായിരിക്കുക, ദൈവത്തിൽ വിശ്വസിച്ച് നല്ല കുട്ടിയായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം സിൻഡ്രല്ല: ഓക്കെ മോ, ലൈക്ക് ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദ കോൺവെർസേഷൻ. നിങ്ങൾക്ക് അഡീഷണലായിട്ട് കാര്യങ്ങളൊക്കെ ചേർക്കാം. സിൻഡ്രല്ലയായിട്ട് അഡീഷണൽ കോൺവെർസേഷൻ, അഡീഷണൽ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ചേർക്കാം. ഒരു എക്സാമ്പിളായിട്ട് മാത്രം അതിലെന്ത് കണ്ടൻറ്റാണ്ട് വരേണ്ടതെന്നുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് കാണിച്ചത്. സോ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. നമ്മുടെ ഏത് ചാപ്റ്ററാണ്? ദ ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള എഡിറ്റിംഗ് ആണ്. ദ വുമൻ ബിക്കെയിം ഓൾഡ് ആൻഡ് ക്രിട്ടിക്കലി ഇൽ. ദ ലോക്കൽ ഡോക്ടേഴ്സ് വാസ് ബഫിൽഡ്. ദേ ഫൈനലി സെൻഡ് ഹിം ടു ദ ബിഗ് സിറ്റി where they called in specialists to study her rare disease. Dr. Howard Kelly was called in for the consultation. When he realized her and the town she came from, a strange light his filled eyes. വളരെ ഈസി ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്? വാസ്. ഡോക്ടേഴ്സാണ്, പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ അവിടെ വാസല്ല, വേറാണ് വേണ്ടത്. പിന്നെ ദേ ഫൈനലി സെൻഡ് ഹിം അല്ല, ആ വുമണിനെയാണ് സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് പ്രൊനൗണാണ് വേണ്ടത്? സെൻഡ് ഹെർ എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ഡിസീസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, DISEASE എന്നുള്ള സ്പെല്ലിംഗ് ആണ് വേണ്ടത്. ഹവാർഡിൻ്റെത് ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പ്. ഡോക്ടർ ഹവാർഡ് നെയിം വരുന്ന സമയത്ത്
ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഫസ്റ്റ് ലെറ്റർ എഴുതാൻ. സോ എച്ചിൻ്റെ ക്യാപിറ്റലൈസേഷൻ ആണ് മിസ്റ്റേക്ക്. ദെൻ ലാസ്റ്റ് വൺ ഫിൽഡ് ഹിസ് ഫിൽഡ് ഐസ്. അവിടെ വേർഡ് ഓർഡറേ മിസ്റ്റേക്കാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് കറക്റ്റായിട്ട് വേണ്ടത്. ഫിൽഡ് ഹിസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ എഡിറ്റിങ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി ഏത് മിസ്റ്റേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ്ങിന് നിങ്ങൾക്ക് 5 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. എന്ന് പറയുന്നത് തോട്ടാണ്. ഓൺ സീയിങ് ദ ഗ്രെയിൻ ഓഫ് കോൺ കിങ് വാസ് മച്ച് സർപ്രൈസ്ഡ്. ഹി വാസ് ക്യൂരിയസ് ടു നോ അബൌട്ട് ദ കോൺ ബട്ട് ദ ലേൺഡ് മെൻ കുഡിൻറ്റ് മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. പ്രിപ്പയർ ദ തോട്ട്സ് ഓഫ് ദ കിങ് അബൌട്ട് ദ കോൺ. Who will the king ask about the corn now? Will he expect anyone to help him? Is he sure that was a corn? അതായത് നമ്മുടെ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെൻസ് എഗ് ചാപ്റ്ററിൽ റിലേറ്റ് ചെയ്ത തോട്ടാണ്. അതായത് വൈസ്മെന്നിനോടൊക്കെ പറഞ്ഞിട്ടും അതെന്ത് കോണാണെന്നുള്ള എന്ത് സീഡാണെന്നുള്ളത് അവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആ സമയത്ത് കിങ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ സമയത്ത് കിങ്ങിൻ്റെ തോട്ട് എങ്ങനെയായിരിക്കും? തോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ അതായത് കിങ് നമ്മളാണെന്ന് തന്നെ ചിന്തിച്ച് ഐ മീ പോലുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് വേണം തോട്ട് എഴുതാൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാനോ? ഓ വാട്ട് എ സ്ട്രേഞ്ച് തിങ് ഇറ്റ് ഈസ്. ഇതെന്തൊരു സ്ട്രേഞ്ച് തിങ് ആണ്. നോ വൺ കുഡ് ഏബിൾ ടു ഫൈൻഡ് വാട്ട് ദ തിങ് ഈസ്. ഈ സാധനം എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഐ വാണ്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിക്കണം. വൈ ദ വൈസ്മൻ ഡിഡ്ന്റ് ഗെറ്റ് ദ ഐഡിയ അബൌട്ട് ഇറ്റ്. എന്തുകൊണ്ടായിരിക്കും വൈസ്മന്നിന് പോലും ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടാത്തത്? വെൻ ആൻഡ് വേഴ്സ് സച്ച് തിങ് ഗ്രോയിങ്. എപ്പോഴായിരിക്കും ഇങ്ങനത്തെ ഇങ്ങനെ ഒരു കാര്യം വളർന്നിട്ടുണ്ടാവുക? ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ്. എനിക്ക് എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഇറ്റ് ഈസ് ബെറ്റർ ടു ആസ്ക് എനി പെസൻറ്റ്. ഓഫ് കോഴ്സ് ദേ വിൽ ഹാവ് ആൻ ഐഡിയ. ഏതെങ്കിലും ഒരു ഫാമറിനോട് ചോദിച്ചു കൊടുക്കുക. എന്തായാലും അവർക്കൊരു ഐഡിയ ഉണ്ടാവുമായിരിക്കും. സോ ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ 5 മാർക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളും നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. സോ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ? അടുത്ത ആക്ടിവിറ്റി ഒരു സ്റ്റോറി റൈറ്റിംഗ് ആണ്. ഡെവലപ്പ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ ഇവൻറ്റ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. കുറച്ച് ഇവൻറ്റ്സ് ഒരു പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ സ്റ്റോറി ഞാനിവിടെ എഴുതിയിട്ടില്ല. ഇറ്റ് ഈസ് അപ്പോൺ യു. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റോറി അനുസരിച്ചിരിക്കും. പക്ഷേ അത് എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പ്രോപ്പർ ബിഗിനിങ് ആൻഡ് എൻഡിങ്. ഒരു നല്ല സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ടെങ്കിൽ അതിന് നല്ല മാർക്ക് കിട്ടും. ദെൻ കൊഹിഷൻ അല്ലെങ്കിൽ പ്രോപ്പർ സീക്വൻസിങ് ഓഫ് ഐഡിയാസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഡിയാസ് ഓർഡർ ബൈ ഓർഡർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. വെൽ ഫ്രെയിംഡ് സെൻറ്റൻസുകൾ കറക്റ്റ് ആണോ എന്ന് നോക്കും. വെറൈറ്റി ഓഫ് എക്സ്പ്രഷൻസ് ഒരേ രീതിയിലാണോ അതോ വേറെ വേറെ സെൻറ്റൻസ് പാറ്റേൺ ഒക്കെ ഉപയോഗിച്ചിട്ടാണോ എഴുതിയിട്ടുള്ളതെന്ന് നോക്കും. ഈ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഡിസ്ക്രൈബിങ് ആൻഡ് ആട്രിബ്യൂട്ടിങ് വേർഡ്സ് ഒക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ടാണോ യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുക. ഓക്കെ. സോ ലാസ്റ്റ് ആക്ടിവിറ്റി വേർഡ് ബസ്സിലും അതും വളരെയധികം ഈസി ആയിട്ടുള്ളതാണ്. എല്ലാ വേർഡ്സും ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെൻസ് എഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് ക്ലൂ അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എക്രോസിൽ ഫസ്റ്റ് വൺ ഡേ സം ചിൽഡ്രൻ ഫൗണ്ട് എ ഒബ്ജക്റ്റ് ഷേപ്ഡ് ലൈക്ക് എ ഗ്രെയിൻ ഓഫ് എന്താണ്? കോൺ എന്നുള്ളതാണ് ആൻസർ. ഇറ്റ് വാസ് ആസ് ലാർജ് ആസ് എ ഹെൻസ് എഗ്. ചാപ്റ്ററിൻ്റെ പേര് പഠിച്ചവർക്ക് ഒരു 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ദ കിങ് കോൾഡ് ഓൾഡ് ഹിസ് വൈസ്മെൻ. നേരത്തെ ആക്ടിവിറ്റിയിൽ ആ കിങ്ങിൻ്റെ തോട്ടിൻ്റെ സമയത്ത് വൈസ്മെന്നിൻ്റെ ഒക്കെ കറക്റ്റ് സ്പെല്ലിംഗ് അവിടെ ഉണ്ട്. ഇൻ കേസ് സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ ഒരു ഇത്തിരി കോൺസെൻട്രേഷനോടെ അവിടെ നോക്കിയവർക്ക് അതിൻ്റെ സ്പെല്ലിംഗ് കിട്ടും. സോ ഫോർത്ത് വൺ, ദ ട്രാവലർ ടുക്ക് ഇറ്റ് ടു ദ ടൗൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ. ആർക്കാണ് ആ ട്രാവലർ കൊടുത്തത്? ടു ദ കിങ്. ദെൻ ലാസ്റ്റ് വേർഡ് വൺ ഡേ എ ഹെൻ പെക്ഡ് അറ്റ് ഇറ്റ്. അതായത് അതിൽ കൊത്തി എന്നുള്ള മീനിങ് ആണ്. പിയും ഡിയും അവിടെ തന്നിട്ടുണ്ട്. സോ പെക്ഡ് അറ്റ് ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ വേർഡ്. സോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇപ്രാവശ്യത്തെ ആനുവൽ എക്സാമിന്. അപ്പോൾ ഇനി എഴുതാനിരിക്കുന്നവർ കൃത്യമായിട്ട് ഇതൊക്കെ ബേസ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്